വലിയ സ്വപ്നങ്ങളുമായി ജീവിതം കരുപിടിപ്പിക്കാൻ US മണ്ണിൽ രാപ്പകലില്ലാതെ തൊഴിലെടുത്ത 104 ഇന്ത്യക്കാരെയാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക നാടുകടത്തിയത്. അമേരിക്കയിൽ അനധികൃതമായി തുടരുന്നവരെ നാടുകടത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന്റെ പിന്തുടർച്ചയാണിതും. മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ട്രംപ് ഭരണകൂടത്തിന് സൗഹൃദ രാജ്യമെന്നോ ശത്രുരാജ്യമെന്നോ ഇല്ല, നിലപാടുകൾ മാത്രമേയുള്ളൂ. അതിനായി തങ്ങളുടെ എല്ലാ വിഭവങ്ങളും വിനിയോഗിക്കാനും അമേരിക്കയ്ക്ക് മടിയില്ല. ഇതിന്റെ ഭാഗമായി 104 ഇന്ത്യക്കാരുമായി US സൈനിക വിമാനം C-17 അമൃത്സറിലെ ശ്രീ ഗുരു രാംദാസ് ജി അന്തർദേശീയ വിമാനത്താവളത്തിൽ പറന്നിറങ്ങി. ഇതിൽ 25 സ്ത്രീകളും 10 കുട്ടികളും ഉൾപ്പെടുന്നു. കൈയിലും കാലിലും വിലങ്ങണിയിച്ചാണ് തങ്ങളെ US നാടുകടത്തിയതെന്ന് യാത്രക്കാർ പറഞ്ഞു. ഇത് വിവാദമായതോടെ തിരിച്ചയക്കുന്നവരോട് ഒരു തരത്തിലും മോശമായി പെരുമാറുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ സർക്കാർ US അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. തിരിച്ചയക്കുന്നവരോട് മോശമായി പെരുമാറാതെ നിയമങ്ങൾ പാലിച്ചാണ് നാടുകടത്തലെന്ന് ഉറപ്പാക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറും മാധ്യമങ്ങളോട് പറഞ്ഞു. 2009 മുതൽ അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നുണ്ട്. അമേരിക്കയുടെ നാടുകടത്തൽ സംഘടിപ്പിക്കുന്നതും നടപ്പിലാക്കുന്നതും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അതോറിറ്റിയാണ്. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ നാടുകടത്തൽ നടപടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് മറ്റ് ചില മാനങ്ങൾ കൊണ്ടാണ്. കാരണം അത്യന്തം ചെലവ് വരുന്ന തരത്തിലാണ് ട്രംപിന്റെ നാടുകടത്തൽ. സാധാരണയായി US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഇത്തരം നടപടികൾക്കായി പാസഞ്ചർ വിമാനങ്ങളോട് സാമ്യമുള്ള വാണിജ്യ ചാർട്ടർ ഫ്ലൈറ്റുകൾ ഉപയോഗിച്ചാണ് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത്. എന്നാൽ ട്രംപ് ഭരണകൂടം ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നത് സൈനിക വിമാനങ്ങളിലാണ്. യുദ്ധമേഖലകൾക്കും ദുരന്ത നിവാരണത്തിനും വേണ്ടി കരുതിവച്ചിരിക്കുന്ന ഈ വിമാനങ്ങൾ ഇപ്പോൾ നാടുകടത്തൽ നടപടികൾക്ക് വേണ്ടിയും ഉപയോഗിക്കുമ്പോൾ അതിന്റെ ചെലവ് വഹിക്കേണ്ടി വരുന്നത് അമേരിക്കയിലെ പാവപ്പെട്ട നികുതിദായകരും. ഇന്ത്യയിലേക്കെത്തിയത് C-17A ഗ്ലോബ് മാസ്റ്റർ 3 എന്ന കൂറ്റൻ മിലിറ്ററി ഗ്രേഡ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റാണ്. യുദ്ധസമാന മേഖലയിലേക്ക് ട്രൂപ്പുകളും ആയുധങ്ങളും മറ്റും സപ്ലൈസും എത്തിക്കാൻ ഉപയോഗിക്കുന്ന C-17 പ്രവർത്തിക്കാൻ മണിക്കൂറിൽ $28,500, അതായത് 24 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് കണക്കുകൾ. അമേരിക്കൻ എയർലൈൻസിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിനും വെറും 75,000 രൂപ മുതൽ 1 ലക്ഷം വരെ മാത്രം ചെലവ് വരുമ്പോൾ ആൾക്ക് 4 ലക്ഷത്തോളം ചെലവഴിച്ചാണ് ട്രംപ് ആ 104 പേരെയും അമൃത്സറിൽ എത്തിച്ചത്. ആകെ തുക 8.25 കോടി രൂപ, അഥവാ $1 മില്യൺ. 12 മണിക്കൂറിലധികം സമയം വേണ്ടിവരുന്ന ഇന്ത്യയിലേക്കുള്ള വിമാനമാണ് ഇതുവരെയുള്ളതിൽ ഏറ്റവും ദൈർഘ്യമേറിയതും ചെലവേറിയതും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 18,000 ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ US സർക്കാരിന് കോടികൾ ചെലവാക്കേണ്ടി വരും. എന്നാൽ എണ്ണം പറഞ്ഞ ബിസിനസ്സുകാരായ ട്രംപിന് ഈ കണക്കുകളെക്കുറിച്ചും നല്ല ധാരണയുണ്ടെന്നും കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് ബോധപൂർവമായ തീരുമാനമാണെന്നുമാണ് നയതന്ത്ര വിദഗ്ധരുടെ അഭിപ്രായം. തുടക്കം മുതൽ കുടിയേറ്റക്കാരോട് കടുത്ത വിരോധമാണ് ഡൊണാൾഡ് ട്രംപ് വെച്ചുപുലർത്തുന്നത്. അന്യഗ്രഹ ജീവികൾ, കുറ്റവാളികൾ എന്നൊക്കെയാണ് ട്രംപ് തന്റെ പ്രസംഗങ്ങളിൽ കുടിയേറ്റക്കാരെ വിശേഷിപ്പിക്കുന്നത്. ഇവരെ വിലങ്ങണിയിച്ച് സൈനിക വിമാനങ്ങളിൽ തിരിച്ചയക്കുന്നത് ട്രംപിന് യുദ്ധവിജയത്തിന് സമാനമാണ്. ഒപ്പം മറ്റ് രാജ്യങ്ങളിൽ തങ്ങളുടെ സൈനിക വിമാനമിറക്കുന്നത് അമേരിക്കൻ അധീശത്വത്തിന്റെ അടയാളമായാണ് പുതിയ ഓവൽ ഓഫീസ് കണക്കാക്കുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു. തങ്ങൾ എന്തിനും സജ്ജമാണെന്ന സന്ദേശമാണ് ട്രംപ് ഇതിലൂടെ ലോകരാജ്യങ്ങൾക്ക് നൽകുന്നത്. വിലപിടിപ്പുള്ള കളിപ്പാട്ടങ്ങൾ കാട്ടി മറ്റു കുട്ടികൾക്ക് മുൻപിൽ ആളാകുന്ന ബുള്ളി ബോയ് ആറ്റിറ്റ്യൂഡ്. മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ചീപ്പ് ഈഗോ ഷോ മാത്രമാണ് ഈ നാടുകടത്തൽ നാടകമെന്ന് സാരം.